കൊച്ചി കത്തിരിക്കടവിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് ക്രൂരമർദ്ദനമേറ്റു. സേഫ്റ്റി ബ്ലോക്കിൽ കാർ ഓടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് അവസാനം മർദ്ദനത്തിലെത്തിയത്. ആലുവ വെളിയത്തുനാട് സ്വദേശി ഫാസിലിനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം കാണിച്ചു തരാം. പിന്നീട് YS അഭിനന്ദൻ നമുക്കൊപ്പം ചേരും വിവരങ്ങൾ നൽകാൻ. ഡീസലടിക്കാൻ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഡീസൽ നമ്മൾ ലോഡ് എടുക്കണ കാരണം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് ഇറങ്ങിപ്പോയതാണ്. ഇറങ്ങിപ്പോയപ്പോൾ അവിടെ സേഫ്റ്റി ഗാർഡ് ഉണ്ടായിരുന്നു, ഐലൻഡിൻ്റെ സേഫ്റ്റി ഗാർഡുമ്പോൾ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടി ഒതുക്കിയിട്ട് ഓഫീസിലേക്ക് വന്ന് വണ്ടി ഇടിച്ചത് കണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡീസൽ അടിച്ചു കൊടുക്കാത്തതിൻ്റെ ഇതിലും വണ്ടി തട്ടിയതിൻ്റെ ഇതിലും ഓഫീസിലേക്ക് വന്നിട്ട് പുള്ളി ഇത് എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പുള്ളി വയറ്റത്ത് കൂടെ ഉണ്ടായിരുന്ന പുള്ളി ചീത്തയും പറഞ്ഞ് വയറ്റത്തൊരു ഒറ്റയിടിയായിരുന്നു. അതോടെ ഞാൻ തറയുന്നു. എന്നെ അപ്പത്തേക്ക് കൊടുത്ത് ആശുപത്രി കൊണ്ടുപോയി. കൂടെ ഉണ്ടാകുന്നവർ ഇടിച്ചതിൻ്റെ ആ ചതവുണ്ടാവും. നമ്മളെ പ്രതീക്ഷിക്കാത്ത ഇടിയായിരുന്നു. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഈ മർദ്ദനം കാര്യമായിട്ടുള്ളതാണോ? ഇയാൾക്ക് പ്രകോപനമായിരുന്നോ? ഗുഡ് മോർണിംഗ് SK. കൊച്ചി കലൂർ കടവന്ത്ര റോഡ് കത്രിക്കടവ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് ഇത്തരത്തിലേക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആലുവ വെളിയത്തുനാട് സ്വദേശി ഫാസിലായിരുന്നു ഇത്തരത്തിലേക്ക് ക്രൂരമായ മർദ്ദനത്തിനിരയായത്. ഒപ്റ്റിയം ബിൽഡേഴ്സ് ഉടമയായിട്ടുള്ള ആഷിഖാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് മർദ്ദിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രകോപനമായത് ഈ ഡീസൽ ലോഡ് ഇറക്കുകയായിരുന്നു ആ സമയത്ത് പെട്രോൾ പമ്പിൽ. ആ സമയത്ത് ഇന്ധനം നൽകാൻ കഴിയില്ലെന്ന് പെട്രോൾ പമ്പ് ജീവനക്കാർ പറഞ്ഞു. അപ്പോൾ തന്നെ ഇദ്ദേഹം പ്രകോപിതനായി. പിന്നീട് അവിടെയുള്ള ഒരു സേഫ്റ്റി ബ്ലോക്കിൽ വണ്ടി ഇടിക്കുകയായിരുന്നു. വണ്ടി ഇടിച്ചപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ പെട്രോൾ പമ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ച് വളരെ രീതിയിലുള്ള ഭീഷണിയായി മുന്നോട്ട് വരുന്നു. ഈ ഭീഷണി സന്ദേശം ഉൾപ്പെടെ വന്നപ്പോൾ ആളുകൾ അവിടെ എത്തുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരെയൊക്കെ മർദ്ദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഈ അക്കൗണ്ടന്റായ ഫാസിൽ അവിടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ വയറിലേക്കും അതുപോലെ തന്നെ പെടലിയും ഒക്കെ അടിച്ച് വീഴ്ത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിനെ അപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ, കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ കാർ ഉൾപ്പെടെയുള്ള വാഹനം അദ്ദേഹത്തിൻ്റെ കൂടെ 2 വാഹനം ഉണ്ടായിരുന്നു. ഈ 2 വാഹനം കടന്നു കളയുന്ന സാഹചര്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഇരയായത്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ഇന്ന് 10 മണിക്ക് കൊച്ചിയിൽ നിന്ന്